വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിൽ ക്രോഷേ. ഇന്ന് നമുക്ക് ക്രോഷയുടെ മാജിക് റിങ് പഠിച്ചാലോ. അപ്പോൾ യാണും ഹുക്കും സ്റ്റിച്ച് മാർക്കറാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. യാണിന്റെ ഒരു വശം നമ്മുടെ ഈ രണ്ട് ഫിംഗറിലോട്ടായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ബാക്ക് സൈഡിലോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഞാനൊരു ക്രിസ് ക്രോസ് പോലെ ചുറ്റിക്കൊടുക്കുക. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹുക്ക് കയറ്റി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിലിപ്പോ ആരോ കാണുന്നുണ്ടല്ലോ, അവിടേക്ക് ആ യാണിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹുക്കിനെ വെച്ചുകൊടുക്കാം. ഇനി ആരോയിൽ കാണുന്നത് പോലെ മറ്റേ വശത്തുള്ള യാണ് വഴി ഹുക്കിനെ എന്ത് ചെയ്യാം, പുറത്തോട്ട് എടുക്കാം. ഇനി നമ്മൾ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ ആരോയിൽ കാണുന്ന യാണിലോട്ട് ആ യാണിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തതിന് ശേഷം ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ലൂപ്പ് കിട്ടിയില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ എന്ത് ചെയ്യാം, പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇതാണ് ക്രോഷേയിലെ മാജിക് റിംഗ് അല്ലെങ്കിൽ മാജിക് സർക്കിൾ. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. യാണിനെ ഇതുപോലെ ഈ രണ്ട് വിരലിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചുറ്റിക്കൊടുക്കുക. ബാക്ക് സൈഡിലോട്ടായിട്ട് ചുറ്റിക്കൊടുക്കുക. ഇനി ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആരോയിൽ കാണുന്ന യാണിനെ എന്ത് ചെയ്യുക, ഉള്ളിലൂടെ വലിച്ചു കൊണ്ടുവരിക. ഇനി ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് നമ്മളുടെ ആ ഫസ്റ്റ് ലൂപ്പ് വഴി എന്ത് ചെയ്യുക, ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ ഫിംഗറിന്റെ ബാക്ക് സൈഡിലൂടെയാണ് ചെയ്തത്. ഇത് നമ്മുടെ കൈയുടെ മുൻവശത്തോടി ഇതുപോലെ യാണ് ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം ആരോയിൽ കാണുന്ന യാണിനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മാജിക് റിങ് വിരലിന് ഊരിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് ലൂപ്പിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി മാജിക് റിങ്ങിലോട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷേ ആണ് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഹുക്കിനെ മാജിക് റിങ്ങിന്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് മാജിക് റിങ്ങിന്റെ ഉള്ളിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ലൂപ്പ് കിട്ടും. സിംഗിൾ ക്രോഷേ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ രണ്ട് ലൂപ്പ് വഴി ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ മാജിക് റിങ്ങിൽ നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ കയ്യിലില്ലെങ്കിൽ സേഫ്റ്റി പിന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ ഒരു 6 സിംഗിൾ ക്രോഷേ ആണ് ഞാൻ ചെയ്യുന്നത്. സോ മാജിക് റിങ്ങിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിന്റെ അകത്തൂടെ കൊണ്ടുവരിക. രണ്ട് ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, രണ്ട് ലൂപ്പിലൂടെയും ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ. ഇതുപോലെ 6 സിംഗിൾ ക്രോഷേ ആണ് ഞാൻ ചെയ്യുന്നത്. ഇനി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മാജിക് റിങ്ങിലൂടെ ഹുക്കിനെ കൊണ്ടുപോവുക. യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിനുള്ളിലൂടെ പുറത്തോട്ട് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, രണ്ട് ലൂപ്പിലൂടെയും പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ 6 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യാം. ചെറിയ യാണിനെ
ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മാജിക് റിങ് ക്ലോസ് ആവും. ഇനി സ്റ്റിച്ച് മാർക്കർ ഊരിയെടുക്കുക. എന്നിട്ട് അവിടെ ശ്രദ്ധിക്കുക, ആ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം അതുവഴി മാത്രം yarn ഓവർ ചെയ്യുക. അപ്പൊ നമുക്ക് 2 ലൂപ്പ് ഉണ്ടാവും. ഇനി yarn ഓവർ ചെയ്യാൻ പാടില്ല, അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. മറ്റേ ലൂപ്പിലോട്ട് yarn ഓവർ ചെയ്യാതെ ഹുക്കിനെ വലിച്ചോണ്ട് പുറത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പൊ നമ്മുടെ മാജിക് റിങ് എന്തായി? ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ചെറിയ ഒരു മാജിക് റിങ് ആണ് ഉള്ളത്. ഇനി അതിനെ എങ്ങനെ വലുതാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷേ ചെയ്യണം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ സ്റ്റിച്ച് ഏതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ചു കൊടുക്കാം. ഇനി അതേ സ്റ്റിച്ചിലോട്ട് എഗെയിൻ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് മാജിക് റിങ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ 12 എണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ചിലോട്ട് 2 എണ്ണം. അപ്പോൾ അതുപോലെ 12 സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലോട്ടും 2 പ്രാവശ്യം സിംഗിൾ ക്രോഷേ ചെയ്യണം. നിങ്ങൾ ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് മാജിക് റിങ് മാത്രം പഠിച്ചു വെക്കുക. ഫസ്റ്റ് ലെവൽ മാത്രം ചെയ്യുക. അതായത് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്തില്ലേ, അത് മാത്രം ഇപ്പൊ നമ്മൾ പഠിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് പോലെ 12 സിംഗിൾ ക്രോഷേ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറ്റും. ഇപ്പൊ ഞാനിവിടെ 12 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ ഊരിയെടുക്കുക. ആ സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതുവഴി മാത്രം yarn ഓവർ ചെയ്യുക. അപ്പൊ 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. yarn ഓവർ ചെയ്യാതെ താഴെയുള്ള ലൂപ്പിലൂടെ എന്ത് ചെയ്യുക, ഹുക്കിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മുടെ മാജിക് റിങ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ yarn കുറച്ചൊന്ന് വലിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ആ yarn പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നീഡിൽ വെച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രോഷയിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണ് നമ്മൾ ചെയ്ത മാജിക് റിങ് വഴി ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ. അപ്പൊ നിങ്ങൾ ആദ്യം മാജിക് റിങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്ലവേഴ്സിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ബിസിനസ് ക്രോഷേ ട്യൂട്ടോറിയൽസ് നമ്മൾ ഇടുന്നതായിരിക്കും.